സുശ്രുത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദിക് സയൻസ്, ക്രിസ്ത്യൻ കോളേജിന് എതിർവശം, കാട്ടാക്കട. ഞാൻ ഡോക്ടർ ശ്രീജ കൃഷ്ണ, സുശ്രുത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദിക് സയൻസ് ആൻഡ് പഞ്ചകർമ്മ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറാണ്. 1986 തുടക്കത്തിൽ വൈദ്യൻ ശ്രീ പി കൃഷ്ണപിള്ളയും ശ്രീ പി കെ പിള്ളയും ചേർന്ന് കാട്ടാക്കടയുടെ മടിത്തട്ടിൽ ഒരു ചെറിയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയും ഡോക്ടർ കൃഷ്ണൻകുട്ടി നായരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയും അത് കാലങ്ങൾക്കിപ്പുറം സുശ്രുത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദിക് സയൻസ് ആൻഡ് പഞ്ചകർമ്മ ഹോസ്പിറ്റൽ എന്ന പേരിൽ ഒരു മഹാമേരുവായി വളരുകയും ചെയ്തതിന് പിന്നിൽ ഡോക്ടർ കൃഷ്ണൻകുട്ടി നായരുടെ മക്കളായ ഡോക്ടർ ശ്രീജ കൃഷ്ണയുടെയും ഡോക്ടർ കൃഷ്ണകുമാറിൻ്റെയും കർമ്മശേഷിയും പ്രവർത്തന നൈപുണ്യവും ഒപ്പം ജീവനക്കാരുടെ ആത്മാർത്ഥ സേവനവും കൊണ്ട് മാത്രമാണ്. ഞാനും എൻ്റെ ബ്രദറും കൂടെയാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ കൃഷ്ണകുമാർ. ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത് 1986 ക്ലിനിക്കായിട്ടായിരുന്നു. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു. ശരിക്കും ഒരു കൺസൾട്ടേഷൻ എന്നൊരു രീതിയിലാണ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അച്ഛൻ്റെ പേര് ഡോക്ടർ കെ കെ നായർ. അദ്ദേഹം പൂജപ്പുര പഞ്ചകർമ്മ ഹോസ്പിറ്റലിൽ നിന്നും റിട്ടയർ ചെയ്ത ആളാണ്. കായ ചികിത്സാ വിഭാഗം പ്രൊഫസർ കൂടെ ആയിരുന്നു അദ്ദേഹം. 2000 അദ്ദേഹം റിട്ടയർ ചെയ്ത ശേഷമാണ് ഹോസ്പിറ്റലായിട്ട് നമ്മൾ അതായത് കിടത്തി ചികിത്സാ വിഭാഗം എന്ന ലെവലിലേക്ക് സ്ഥാപനം ഉയരുകയും കിടത്തി ചികിത്സയ്ക്ക് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റിയോടുകൂടി സ്ഥാപനം റൺ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. സുശ്രുത സാധാരണക്കാർക്കായി എല്ലാ ബുധനാഴ്ചകളിലും ഫ്രീ മെഡിക്കൽ ക്യാമ്പ് വെക്കുന്നുണ്ട്. BPL ആയിട്ടുള്ള പുവറായിട്ടുള്ള പേഷ്യൻസിനെ ഉദ്ദേശിച്ചിട്ടാണ്. അവർക്ക് പ്രഗത്ഭരായ ഡോക്ടർമാരുടെ കൺസൾട്ടേഷനും അതിനോടൊപ്പം തന്നെ ഫ്രീ മെഡിസിൻസുമാണ് കൊടുക്കുന്നത്. പ്രീ ബുക്കിംഗ് എടുത്തിട്ടാണ് മിക്കവാറും അത്തരം കാര്യങ്ങൾ ഇവിടെ നമ്മൾ ചെയ്തു വരാറ്. അതുപോലെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള രോഗികൾക്ക് നമ്മൾ ആ ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഫ്രീ ആയിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റും ചെയ്തു കൊടുക്കുന്നുണ്ട്. എൻ്റെ പേര് അപർണ. സുശ്രുത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിപ്ലോമ ഇൻ ആയുർവേദ നേഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് പൂർത്തീകരിക്കുന്ന ടൈമിൽ തന്നെ എനിക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി പ്ലേസ്മെൻറ്റ് ലഭിച്ചു. അപ്പോൾ ധന്വന്തരി ആയുർവേദ ഹോസ്പിറ്റലിൽ സെലക്ഷൻ കിട്ടി. ഇതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള മറ്റു കുട്ടികൾക്കും ഒരുപാട് സ്ഥലത്ത് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി എന്നെ
ഈ കോഴ്സിൻ്റെ പേര് വന്നിട്ട് ആയുർവേദ നേഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് എന്നാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ ആയുർവേദ നേഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിപ്പം പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നേഴ്സിംഗിൽ കിട്ടാം, തെറാപ്പിസ്റ്റായിട്ട് കിട്ടാം, ഫാർമസിസ്റ്റായിട്ട് കിട്ടാം. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൽ തന്നെ ഫാർമക്കോളജി എന്ന് പറഞ്ഞൊരു പേപ്പർ ഉള്ളതുകൊണ്ട് ഫാർമസിസ്റ്റായിട്ട്. വലിയ വലിയ ഹോസ്പിറ്റലാകുമ്പോഴത്തേക്ക് 3 സെപ്പറേറ്റ് ആയിരിക്കും. അങ്ങനെ 3ആയിട്ട് വർക്ക് ചെയ്യാം. എല്ലാ ചെറിയ ഹോസ്പിറ്റലാണെങ്കിൽ ഒറ്റയ്ക്ക് 3 കൈകാര്യം ചെയ്യാനുള്ള കഴിവും നിങ്ങൾക്കുണ്ടാവും. ഇതാണ് ഇത്. ഈ കോഴ്സ് ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ വരുന്ന CTTC ആണ് അംഗീകരിച്ചിട്ടുള്ളത്. ആ CTTC ആണ് നമുക്ക് അഫിലിയേഷൻ എന്നുള്ളത്. ഈ കോഴ്സിൽ 1 ഇയർ കോഴ്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 1 ഇയർ കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ 9 മാസത്തോളം ക്ലാസ് തിയറി ആൻഡ് പ്രാക്ടിക്കൽ ക്ലാസ്സസും അവസാനം 3 മാസം ഇൻറ്റേൺഷിപ്പ് എന്ന് പറയും. ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുത്തി നിർത്തി അവിടുത്തെ ഫെസിലിറ്റീസ് ഉപയോഗിച്ച് നമ്മളെ ഒന്നുകൂടെ പഠിപ്പിച്ചെടുക്കുക. ഒന്ന് തെറാപ്പി റൂമുണ്ട്. തെറാപ്പി റൂമിൽ നമ്മൾ ഇവിടെ പഠിക്കുന്നതല്ലാതെ അവിടെ വരുന്ന പേഷ്യൻസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ക്ലാസ് തരിക. അപ്പം വിവിധമായ അസുഖങ്ങളുള്ള വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ക്ലിയറായിട്ട് കൂടുതൽ പഠിക്കാൻ പറ്റും. 2 നമുക്കിവിടെ ഫാർമസി ഉണ്ട്. ഫാർമസി പ്രൊഡക്ഷൻ സെൻറ്റർ, മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. അവിടെ നിങ്ങളെ നിർത്തിയിട്ട് എങ്ങനെയാണ് മരുന്നുണ്ടാക്കുന്നത്, അതിൻ്റെ ഉപയോഗം എന്താണ്, അത് പഠിപ്പിച്ച്. അപ്പോൾ അതൊരു ആഡിൻ്റെ അഡ്വാൻറ്റേജാണ്. അടുത്ത ഇവിടെ ലാബുണ്ട്, നേഴ്സിംഗ് ഉണ്ട്. അങ്ങനെയുള്ള വിവിധ മേഖലകളിൽ നിങ്ങളെ നിർത്തിയിട്ട് അങ്ങനൊരു ട്രെയിനിങ് തരും. ആ സമയത്ത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ട്രെയിനിങ് സമയത്ത് നമ്മളൊരു സ്റ്റൈഫൻഡ് കൊടുത്തുകൊണ്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. നമസ്കാരം, ഞാൻ അരുൺ ജെ. കീഴിൽ ശുശ്രുത ചാരിറ്റബിൾ മെഡിക്കൽ ട്രസ്റ്റ് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി മെഡിസിൻ ഇഷ്യൂ ചെയ്യുകയും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസോട് കൂടിയതാണ് ശുശ്രുത പഞ്ചകർമ്മ ഹോസ്പിറ്റലും. അതിൻ്റെ പിന്നെ ശുശ്രുത ഫാർമയുണ്ട്, ശുശ്രുത ചാരിറ്റബിൾ മെഡിക്കൽ ട്രസ്റ്റും, ഇത് സയൻസ്, ശുശ്രുത അഡ്വാൻസ്ഡ് നേഴ്സിംഗ് സ്കൂൾ, ഇതെല്ലാം ഇതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്.
സുശ്രുത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദിക് സയൻസ് ആൻഡ് പഞ്ചകർമ്മ ഹോസ്പിറ്റൽ മാത്രമല്ല, ഒപ്പം സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒട്ടനവധി സ്ഥാപനങ്ങൾക്കും ഇവർ രൂപം നൽകി. സുശ്രുത മെഡിക്കൽ ട്രസ്റ്റ്, സുശ്രുത ആയുർവേദ ഗ്രാമം, സുശ്രുത ആയുർവേദ നഴ്സിംഗ് സ്കൂൾ, സുശ്രുത ആയുർവേദ ഫാർമ, മെഡിടെക് ലാബ്. നമസ്കാരം, ഞാൻ ഡോക്ടർ രൂപശ്രീ, സുശ്രുത ആയുർവേദ ഹോസ്പിറ്റലിലെ ആർഎംഒ വർക്ക് ചെയ്യുന്നു. കർക്കിടക മാസം വളരെ സവിശേഷതകളുള്ള ഒരു മാസമാണ്. നമ്മളുടെ ആരോഗ്യം വളരെയധികം പരിപാലിപ്പിക്കപ്പെടേണ്ട ഒരു മാസം തന്നെയാണിത്. ഔഷധ സേവയോടൊപ്പം തന്നെ പഞ്ചകർമ്മ ചികിത്സയും അതിനോടൊപ്പം തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കർക്കിടക കഞ്ഞിക്കൂട്ട്. കർക്കിടക കഞ്ഞിക്കൂട്ട് എന്ന് പറയുന്നത് ഒരു കൂട്ടം ഔഷധങ്ങൾ ചേർത്തുണ്ടാക്കിയ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനുള്ള ഒരു ഒറ്റമൂലി തന്നെയാണ്. ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് മഴക്കാലമാണ്. മഴക്കാലത്ത് നമ്മളുടെ ദഹനം വളരെയധികം മന്ദീഭവിക്കുന്ന ഒരു മാസമാണ്. കാരണം നമ്മുടെ ഈ ഭൂമിയും അന്തരീക്ഷവും മുഴുവനായിട്ടും തണുപ്പ് അനുഭവപ്പെടുകയും അത് നമ്മുടെ മനുഷ്യ ശരീരത്തിനെ തന്നെ തണുപ്പാകുകയും ചെയ്യുന്നു. അതുമൂലം നമ്മുടെ ദഹനം വളരെ മന്ദീഭവിക്കുന്നത് കൊണ്ട് നമുക്ക് ആരോഗ്യം വളരെ കുറയുകയും നമുക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ ഔഷധ കഞ്ഞി കഴിക്കുന്നത് വഴി ഈ ഔഷധ കഞ്ഞിയിൽ തീക്ഷ്ണമായിട്ടുള്ള ഔഷധങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ദഹനത്തിനെ ത്വരിതപ്പെടുത്തുകയും അതുവഴി നമ്മളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ആരോഗ്യം നിലനിർത്താനും നമുക്ക് സാധിക്കുന്നു. ഈ ഔഷധ കഞ്ഞിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ദഹനം കൂട്ടുന്നത് മാത്രമല്ല, നമ്മളുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളെ പുറന്തള്ളുകയും നമ്മളുടെ ശരീരം മുഴുവനായിട്ട് ശുദ്ധീകരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സുശ്രുത ആയുർവേദ ഫാർമയിൽ ഔഷധ കഞ്ഞി എല്ലാ വർഷവും നമ്മൾ തയ്യാറാക്കപ്പെടുന്നുണ്ട്. അത് പാക്കറ്റുകളിൽ അവൈലബിൾ ആണ്. സുശ്രുത ആയുർവേദ ഹോസ്പിറ്റലിൽ കർക്കിടക ചികിത്സ ലഭ്യമാണ്. ഇത് സുശ്രുത ഹോസ്പിറ്റലിൻ്റെ ഫാർമസിയാണ്. അതിവിപുലമായ രീതിയിൽ നമ്മൾ മെഡിസിനൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ താരൻ ഓയിൽ, റിലാക്സ് സ്പ്രേ, നീലകേശി, ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടുണ്ട്. പിന്നെ കൊച്ചു കുട്ടികൾക്കുള്ള ലേഹ്യങ്ങൾ, അതുപോലെ തന്നെ കൃതം, ബ്രഹ്മീകൃതം, ഇതൊക്കെ നമ്മളെ സ്പെഷ്യൽ ഐറ്റങ്ങളാണ്. പിന്നെ നീലകേശി എന്ന് പറയുന്ന ഒരു ഓയിൽ നമ്മൾ ഇപ്പം വിപണിയിലുണ്ട്. അത് തലമുടി വളരാനുള്ള ഓയിലാണ്. അതേപോലെ താരൻ ഓയിൽ, താരൻ മാറാനുള്ളതും തലചൊറിച്ചിൽ അങ്ങനെയുള്ള അസുഖങ്ങൾക്കുള്ളതാണ്. പിന്നെ റിലാക്സ് സ്പ്രേ, ഈ ജോയിൻറ്റ് പെയിൻ എല്ലാം മാറാൻ വേണ്ടി നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ വിപണിയിൽ ഇറക്കിയ ഒരു സാധനമാണ്. പിന്നെ നമുക്ക് കർക്കിടക കഞ്ഞി, ഇപ്പം നമ്മൾ അടുത്ത അവിടെ തന്നെ അത് വിപണിയിൽ ഇറക്കാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷങ്ങൾ തൊട്ട് മുൻകാലങ്ങൾ തൊട്ട് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന തന്നെ ഇപ്പോഴും വീണ്ടും അത് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആയുർ ഡയറ്റ് അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മുടെ ഫേസ് പാക്ക്, ദേവത ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് നമ്മൾ അത് ചെയ്യുന്നുണ്ട്. അത് സൗന്ദര്യവർദ്ധക വസ്തുവാണത്. പിന്നെ നമ്മുടേത് ISO സർട്ടിഫിക്കറ്റ് കമ്പനിയാണ്, GMB സർട്ടിഫിക്കറ്റ് കമ്പനിയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് സുശ്രുത ആയുർവേദിക് ഹോസ്പിറ്റൽ കാട്ടാക്കട. രണ്ടായിരത്തിൽ നമ്മളീ പറഞ്ഞ പോലെ 86 സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനം മിക്കവാറും ആൾക്കാരുടെ അസുഖത്തിന് എന്താണ് വേണ്ടത് എന്ന് നോക്കിയ ശേഷമാണ് അവർക്ക് മെഡിസിൻ പോലും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുക. അവർക്ക് വേണ്ടുന്ന മെഡിസിൻ ഉണ്ടാക്കിക്കൊണ്ടാണ് എപ്പോഴും നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത്. അതുപോലെ 2008 ആകുമ്പോഴത്തേക്കും ശരിക്കും ഒരു GMP സർട്ടിഫൈഡ് ഫാർമയായി ഫാർമ വളർന്നു. അതായത് ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ലെവലിലേക്കാണ് സ്ഥാപനത്തിൻ്റെ വളർച്ചയുണ്ടായത്. 2009 നമ്മൾ ISO സർട്ടിഫൈഡ് സ്ഥാപനമായിട്ട് സുശ്രുത ഫാർമയും അതുപോലെ തന്നെ സുശ്രുത പഞ്ചകർമ്മ ഹോസ്പിറ്റലും ആ സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടുവന്നു. അതിനുശേഷം നമ്മൾ ഇൻഷുറൻസും കാര്യങ്ങളുമൊക്കെ ഹോസ്പിറ്റലിൽ, അതായത് IP വരുന്ന കേസുകൾക്ക് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നുണ്ട്. ഇൻഷുറൻസിന് വേണ്ടി സ്റ്റാർ ഹെൽത്ത്, നാഷണൽ ഇൻഷുറൻസ്, വിഡാൽ, അങ്ങനെ പല ഇൻഷുറൻസ് കമ്പനികളുടെയും
ഇൻഷുറൻസ് ഇവിടെ നിന്ന് ക്ലെയിം ആകും. മിക്കവാറും ഇത് റീഇംബേഴ്സ്മെൻറ്റ് ടൈപ്പാണ്, ക്യാഷ്ലെസ് ആയിട്ടല്ല നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ 2016 ആകുമ്പോഴത്തേക്കും ഇത് ശുശ്രുത ചാരിറ്റബിൾ മെഡിക്കൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം രജിസ്റ്റർ ചെയ്യുകയും ശുശ്രുതയുടെ കൂടെ ഉള്ള ഒരു ആക്ടിവിറ്റിയാണ് ചാരിറ്റി വർക്ക്സ് എന്ന് പറയുന്നത്. ചാരിറ്റി വർക്ക് തുടക്കം മുതലേ 86 മുതൽ തന്നെ ചാരിറ്റി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും അതൊരു രജിസ്റ്റേർഡ് ഫോമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 2016 നമ്മൾ ശുശ്രുത ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ അണ്ടറിൽ പല ആക്ടിവിറ്റീസുകളും നടത്തി വരികയും ചെയ്തിരുന്നു. 2019 ഒരു ക്യാൻസർ ഇനിഷ്യേറ്റീവ് എന്ന നിലയിൽ അവയർനെസ് ടു ക്യാൻസർ എന്നുള്ള ഒരു പ്രോഗ്രാം ചെയ്യുകയും അതിൻ്റെ ഭാഗമായി ശുശ്രുത ക്യാൻ എന്നൊരു ഗ്രൂപ്പ് ഫോം ആവുകയും പല ആക്ടിവിറ്റീസുകളും ക്യാമ്പയിൻസും ഒക്കെ നടത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അതുപോലെ നമ്മുടെ നഴ്സിംഗ് സ്കൂള് 8 വർഷമായിട്ട് ഞങ്ങൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തുടങ്ങാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഡോക്ടേഴ്സ് ഒരുപാടുണ്ടെങ്കിലും പക്ഷേ ട്രെയിൻഡായിട്ടുള്ള വർക്ക് അറിയാമെന്നുള്ള തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ആയുർവേദ നേഴ്സ് എന്ന് പറയുന്ന മേഖല വളരെ പുവറായിട്ടാണ് ഇന്ന് നമുക്ക് കിട്ടുന്നത്. നമ്മളൊരാളിനെ ഇപ്പോൾ പഠിച്ചു എന്ന് പറഞ്ഞാലും അവരെ വന്ന് ആ രീതിയിൽ നല്ലോണം ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ മാത്രമേ അവർ ആ ഒരു കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പരിമിതി നമ്മൾ സ്ഥാപനം ഇത്ര വർഷമായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവരുടെ പരിമിതി നമുക്ക് വ്യക്തമായിട്ട് അറിയുകയും അവർക്ക് വേണ്ടുന്ന ഫെസിലിറ്റിയോടുകൂടെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുകയും അങ്ങനെ 2013 കാലയളവിൽ നമ്മൾ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് അതിലിപ്പോൾ 8 ബാച്ച്, ഇപ്പോൾ 8ാമത്തെ ബാച്ചാണ് നമ്മളിപ്പോൾ കറൻ്റ്ലി ഇറങ്ങിയിട്ടുള്ളത്. അവരുടെ ഒരു രീതി, അതായത് അവരുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു രീതി നമ്മൾ പറയുവാണെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ വെൽഫെയർ അതിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. സ്കിൽഡ് ഇന്ത്യ ആണ് ഇവർക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കൊടുക്കുന്നത്. ഡിപ്ലോമ കോഴ്സാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അവരുടെ സ്കിൽ ഇന്ത്യയുടെ അണ്ടറിലാണ് ഈ കോഴ്സും സർട്ടിഫിക്കറ്റ്സും ഇന്ത്യക്കകത്തും അതുപോലെ തന്നെ വെളിയിലും വളരെയധികം ചാൻസ് ഉള്ളതാണ് ഈ കോഴ്സ്. അതുപോലെ നോർക്കേഡ് അറ്റസ്റ്റേഷനോടുകൂടിയുള്ള സർട്ടിഫിക്കറ്റാണ് ഇവർക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഗൈനക്കോളജി വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ പ്രിയ, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്, അതുപോലെ പ്രസവ സംരക്ഷണം, ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഡോക്ടർ പ്രിയയുടെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നതാണ്. അതുപോലെ നമ്മുടെ ഹോസ്പിറ്റല് പല മേഖലയിൽപ്പെട്ട അല്ലെങ്കിൽ പല കാറ്റഗറിയിൽപ്പെട്ട പേഷ്യൻസിനും സെർവ് ചെയ്യാൻ കണക്കാക്കിയിട്ടുള്ള രീതിയിലാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ ചെറിയ റൂം മുതൽ, ചെറിയ ഫെസിലിറ്റി മുതൽ ഹൈ എൻഡ് കസ്റ്റമേഴ്സിനെ വരെ കാറ്റർ ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള ഫെസിലിറ്റി നമുക്കുണ്ട്. അതുപോലെ ഇവിടെ 24 മണിക്കൂറും ഒരു അലോപ്പതി ഹോസ്പിറ്റൽ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ 24 hours RMOയും നഴ്സിംഗ് സർവീസ്, സെക്യൂരിറ്റി സർവീസ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. പേഷ്യൻസിന് ഫുഡ് നമ്മളിവിടെ തന്നെ പഥ്യാഹാരം കൊടുത്ത് തന്നെയാണ് എപ്പോഴും ട്രീറ്റ്മെൻറ്റ് ചെയ്യാറ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു പേഷ്യൻറ്റിന് നല്ല ആശ്വാസവും മറ്റു കാര്യങ്ങളും കിട്ടുന്നത് നമ്മുടെ അണ്ടറിൽ IPയിൽ വരുമ്പോഴാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മളെപ്പോഴും ട്രീറ്റ്മെൻറ്റ് ചെയ്യാറ്. ശുശ്രുത ഹോസ്പിറ്റലിൻ്റെ ഒരു എക്സ്റ്റൻഷൻ സിറ്റി ബ്രാഞ്ച് എന്ന നിലയിൽ കവടിയാറ് ഇൻകം ടാക്സ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ശുശ്രുത ആയുർവേദ നഴ്സിംഗ് സ്കൂളിൻ്റെ ഫ്രാഞ്ചൈസികൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്കും ആരംഭിക്കാം ഈ സ്കൂള്. അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ എൻക്വയറിക്ക് വേണ്ടി നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. കാലാനുസൃതമായ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള പാതയിൽ ഒരിക്കലും മായം ചേർക്കാത്ത പ്രവർത്തന പാരമ്പര്യമാണ് സുശ്രുതയുടെ വിജയത്തിന് പിന്നിൽ.